ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് എൻ്റെ അന്നുമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നല്ല ഉഷാറാക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ രീതിയിൽ നല്ല ഉഷാറാക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ രാത്രി മുതൽ അന്നുവിന് ഭയങ്കര പനി, നല്ല പനിയാണ്. ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് എണീച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊരു ഉഷാറായി. അപ്പം ഒരു വർഷമായി എൻ്റെ അന്നു എൻ്റെ കൂടെ വന്നിട്ട്. എൻ്റെ ആലുവിൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ഭയങ്കര വലിയതായിട്ട് കഴിച്ചായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സെലിബ്രേഷനോട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ഞങ്ങൾ മാത്രമായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ് പിന്നെ ഉണ്ടായത്. പിന്നെ മീൻസ് ആലുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ അന്നുവിൻ്റെ ഇതും. അതുകൊണ്ട് ഇനി പാപ്പ വന്നിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോവും. ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ അത്രയൊക്കെ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ പുറത്ത് അന്നുവിൻ്റെ ഫോട്ടോ എല്ലാം എടുക്കാൻ പോയിരുന്നു. പക്ഷേ ഫുള്ള് ടയേർഡ് ആയതുകൊണ്ട് ഒന്നിനും സമ്മതിച്ചില്ല. എന്നാലും നല്ല നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് അന്നുവിന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ സ്പെഷ്യലായിട്ട് മന്തി റൈസും ഫുൾ ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2:30 മണിയായി. എന്നാലും ഞങ്ങളെ പാപ്പ വന്നിട്ടില്ല. അപ്പോൾ പാപ്പയും കൂടി വന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അന്നുമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫസ്റ്റത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. നമ്മൾ കേക്ക് മുറിച്ചാലും അവർക്ക് ഗിഫ്റ്റ് കൊടുത്താലും ഒന്നും മനസ്സിലാവില്ല. എന്നാലും കുറേ മെമ്മറീസ് നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മെമ്മറീസൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലൊരു ചെറിയൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അന്നുമോൾക്ക് 1 വയസ്സായി എന്ന് വിചാരിക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്ര പെട്ടെന്ന് അവൾ വലിയ കുട്ടിയായ പോലെ തോന്നിയിട്ടുണ്ട്. അന്നുമോൾക്ക് അന്നുമോളുടെ പൂപ്പിയും ഐഷും അവളെ മമ്മി എല്ലാം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേൻ്റെ മുന്നേ അവൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഗിഫ്റ്റുകളൊന്നും വാങ്ങിയിട്ടില്ല. എന്തേലുമൊക്കെ വാങ്ങണം. എന്താ വാങ്ങാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തേലും ആലുവിനൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ വളയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കണം. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ ഒന്ന് കഴിച്ചു തരാം. പായസം വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ മോള് കരഞ്ഞതുകൊണ്ട് ഒന്നിനും സമ്മതിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഇനിയൊരു കുഞ്ഞി പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ ഇതുപോലെ കാടമുട്ട വെക്കുന്ന ആലുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ വേവിച്ച് വെച്ചു, മന്തി റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാപ്പ വന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. നമ്മുടെ ആഘോഷത്തിൽ ഇന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 4 പേരും ഒരുമിച്ച് മാത്രം മതിയെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. അപ്പോൾ പാപ്പനെയും ഞങ്ങൾ കാത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പാപ്പ എത്തിയപ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. 4:30 ആയപ്പോഴാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത്. ആലു ഒന്നും കഴിച്ചില്ലായിരുന്നു. നമ്മുടെ ചിക്കൻ കണ്ടില്ല, നല്ല ജ്യൂസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് മുട്ടയെല്ലാം കഴിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ കുറച്ച് തണിഞ്ഞു പോയായിരുന്നു. നമ്മൾ നേരം വൈകിയില്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ പുറത്തു പോകൽ പ്ലാനൊക്കെ മാറിപ്പോയി നേരം വൈകിയതുകൊണ്ട്. പക്ഷേ അന്നുവിന് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോയേ പറ്റുള്ളായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഫുഡ് കഴിച്ചതും ഏട്ടൻ്റെ മോള് വന്നായിരുന്നു, നേന. അവൾ അന്നുവിനുള്ള ഗിഫ്റ്റും കൊണ്ടൊക്കെ വന്ന് അതൊക്കെ കൊടുത്തു. നമ്മൾ പിന്നെ അവൾക്കുള്ള പായസം എല്ലാം കൊടുത്തു. ഞാൻ ഇന്ന് പാലടയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയായി വേഗം. അന്നുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ അന്നുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ്. ഇന്ന് ഹോസ്പിറ്റൽ ഡേ ആണ്. നല്ല ഫീവർ ഉണ്ട്. അപ്പം ഞങ്ങൾ അന്നുവിനെ കാണിച്ചിട്ട് വരാം. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി കുഞ്ഞ് കേക്കൊക്കെ മുറിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് കാണാം. അന്നു ഒട്ടും ഓക്കെ ആയിരുന്നില്ല. ഇത്രയും ഒരു പനി അവളുടെ ജീവിതത്തിൽ ഇത് 1 വയസ്സായില്ല, 1 വയസ്സിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചു. നമ്മൾ അന്നുവിനൊരു വള നോക്കാൻ വിചാരിച്ചു. പക്ഷേ അവളെ അളവിനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു മോഡൽ കൊടുത്തിട്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. വള എടുക്കൽ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ നേരത്തെ വാങ്ങി വെച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അരുൺ ഐസ്ക്രീമിൽ പോയിട്ട് ഞങ്ങൾ ഐസ്ക്രീം കേക്കാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് ഷെയ്ക്കും അതുപോലെ കുറച്ച് ബേക്കറി എല്ലാം വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു.
വീട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ലായിരുന്നു. കാരണം മോളുടെ പനി ഒട്ടും കുറയുന്നില്ല. വിടാത്ത പനി. ഞങ്ങൾ പേടിച്ചു പോയി. ഇനി പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്ന് തന്നെ വിചാരിച്ചിരിക്കുമായിരുന്നു. അവൾ എണീക്കുന്നേ ഇല്ല. ഒരേ ഒരു കിടത്തൊക്കെ ആയിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ട് ഞങ്ങൾ അവളെ ഇട്ടിരിക്കുന്നതും പുതിയ ഡ്രസ്സാണ്. പക്ഷെ വേറെ ഡ്രസ്സ് അവളെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിയായിരുന്നു. അതൊന്നും നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നിന്നില്ല. കാരണം അവൾ ബുദ്ധിമുട്ടാവുകയല്ലേ. ആലു എന്തെല്ലോ പറഞ്ഞിട്ട് അവളെ ഓക്കെ ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കൂടെ ഒന്നും കളിക്കുന്നില്ല. ഒരേ ഒരു കരച്ചിൽ. ഞാൻ എപ്പോഴും എടുത്ത് നടക്കുക. അങ്ങനെ തന്നെ ആയിട്ട് ഞങ്ങൾ ബലൂണൊന്നും വാങ്ങിയിട്ട് ഒന്നും സെറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒരു മെമ്മറി പിന്നെ കാണുമ്പോൾ വേണ്ടേ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ബലൂണെല്ലാം ചെറുതായിട്ടൊന്ന് കെട്ടി. എൻ്റെ ആലുവിൻ്റെ കുറച്ച് ഫോട്ടോ എല്ലാം ഞാൻ എടുത്തു വെറുതെ. കേക്ക് കട്ട് ചെയ്യാൻ പിന്നെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. റാഫിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം കേക്കായിരുന്നു വാങ്ങിയത്. പേഴ്സണലി ഐസ്ക്രീം ഇഷ്ടമുള്ളവർക്ക് ഈ കേക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മൾ ഒരിക്കലും വിപ്പിംഗ് ക്രീമിൻ്റെ കേക്ക് കഴിക്കുകയില്ല. കേക്കെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് മോൾ ഒരേ ഒരു കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിൽ. ഈ ക്യാപ്പൊന്നും വെക്കാൻ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഓളങ്ങാട്ടും ആഗ്രഹം ആലൂനാണ്. കേക്ക് അവൾക്ക് മുറിക്കണം. അവൾക്ക് നല്ല വിവരം വെച്ച് തുടങ്ങിയല്ലോ. പക്ഷെ അന്നൂന് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഓരോ വയസ്സ് കൂടുമ്പോഴാണ് മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കണം, അവർക്ക് ഈ തീം വേണം എന്നൊക്കെ തീരുമാനിക്കുക. പക്ഷെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവർക്ക് അങ്ങനത്തെ ഒരു കൺസേണും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് മുറിച്ചത്. മുറിക്കുമ്പോഴൊക്കെ കരയുമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്ന് സോങ്ങൊക്കെ പാടിയപ്പോൾ ഒട്ടും ഓക്കെയല്ല. അവൾ ആർത്ത് കരയുമായിരുന്നു. അങ്ങനെ കരച്ചിലും പനിയിലും എൻ്റെ കുട്ടീൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ പോയി. അപ്പം നമ്മുടെ ബർത്ത്ഡേ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി ചെറിയൊരു കേക്ക് കട്ടിങ് വരാനുണ്ട്. അതും കൂടി ആകുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആവും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.